പിന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഈ പ്രീ വെഡ്ഡിങ് ഷൂട്ട് നമ്മളെ കല്യാണത്തിന് മുമ്പാണല്ലോ. അപ്പോൾ രണ്ടാക്കും ഹസ്ബൻഡിനായാലും നമുക്കായാലും ഒരു കല്യാണ ഫീൽ ഉണ്ടാവും. പക്ഷേങ്കിൽ നമ്മൾ ഒരു പാനിക് ആവാണ്ട് ടൈമിൻ്റെ ഒരു പ്രശ്നമില്ലാണ്ട് നമുക്ക് ആ വെഡ്ഡിങ് ഡ്രസ്സിൽ ഇങ്ങനെ എൻജോയ് ചെയ്ത് വീഡിയോ എടുത്ത് നിൽക്കാൻ പറ്റും. ഞങ്ങൾ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ കാലത്തിന് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ എൻ്റെ കല്യാണ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യണം വിചാരിച്ചതിന്, പിന്നെ അതൊന്നും ചെയ്യാതായപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി യൂട്യൂബ് ഫോക്കസ് ചെയ്യണ്ട, ഇൻസ്റ്റയിൽ റീൽസ് മാത്രം ഇട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ എനിക്കിപ്പം തോന്നി നമ്മൾ ഈ യൂട്യൂബിലും ഫോക്കസ് ചെയ്യണം, യൂട്യൂബിലും വീഡിയോ ഒക്കെ ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ റീസ്റ്റാർട്ട് ചെയ്തതാണ്. ഇനി ഇത് നിൽക്കില്ല, ഇനി ഇത് റെഗുലറായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും, പ്രീ വെഡ്ഡിങ് ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ആണ്. ഞാൻ പ്രീ വെഡ്ഡിങ് ഷൂട്ടിന് വേണ്ടിയിട്ട് 2 റീലും ഷോർട്സും അപ്ലോഡ് ചെയ്തിരുന്നു. പക്ഷേങ്കിൽ അതിലും കുറേ ക്വസ്റ്റ്യൻസ് പിന്നെയും വന്നുകൊണ്ടിരിക്കുക. DM-ൽ ഇങ്ങനെ ഓരോരുത്തരും ഓരോതായിട്ടുള്ള ഡൗട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും കൂടെ ഇങ്ങനെ റിപ്ലൈ തരാനൊരു ഇതില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ വിചാരിച്ചൊരു ലോങ് വീഡിയോ ഇടാം, എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്തിട്ട്. അന്നപ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ട് കഴിഞ്ഞു ലൊക്കേഷൻ വരുന്നത് ഊട്ടി ഷോലൂർ പൈത്തിരി റൂട്ടിന് പോകുമ്പോൾ കുറച്ച് മുമ്പോട്ട് പോയാൽ റൈറ്റ് സൈഡിലായിട്ട് താഴെയായിട്ട് നമുക്ക് ആ നല്ല രസമുള്ള നല്ലൊരു ചെറിയ പോയി അരുവിയോ അതിങ്ങനെ ഒഴുകുന്ന നല്ല രസമുള്ള നല്ലൊരു പച്ചപ്പുള്ള സ്ഥലം കാണാം. അപ്പം അവിടെ നിന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അത് പെയ്ഡോ ഒന്നും അല്ല, ഒരു ചെറിയ സ്പോട്ട് അതാണ്. പക്ഷെ ആൾക്കാരോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സ്പോട്ടാണ്. നല്ല അടിപൊളിയാണ്, നമുക്ക് കാമായിട്ട് പോയി ഷൂട്ട് ചെയ്ത് വരാൻ പറ്റുന്ന ഒരു സ്ഥലം. പിന്നെ ഏറ്റവും കൂടുതൽ DM വന്ന ക്വസ്റ്റ്യനാണ് ബഡ്ജറ്റ് ഞാൻ DM വന്നവർക്കൊക്കെ റിപ്ലൈ കൊടുത്തിരിക്കുന്നത്, അല്ലാത്തവരോട് ഞാനിപ്പം പറഞ്ഞു തരാം കേട്ടോ. അതിന് മുമ്പ് ഞാൻ ഈ പ്രീ വെഡ്ഡിങ് നടന്നൊരു സ്റ്റോറി പറഞ്ഞുതരാം. പ്രീ വെഡ്ഡിങ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് നിശ്ചയം കഴിഞ്ഞ് ആ 6 മാസം മുമ്പ് നിശ്ചയം കഴിഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തത് പ്രീ വെഡ്ഡിങ് വേണം. അതിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് ഞാനും ഓൾറെഡി ഒരു പ്രീ വെഡ്ഡിങ് ഷൂട്ട് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ ക്യാമറാമാനെ വിളിച്ച് ഞാൻ പറയുന്നത് കല്യാണം ഇന്നേ ദിവസമാണ് നിശ്ചയിച്ചത്, പക്ഷേങ്കിൽ എനിക്ക് പ്രീ വെഡ്ഡിങ് എന്തായാലും വേണം, ഒരു ഇംഗ്ലീഷ് ടച്ച് വേണം, അത്രയും പറഞ്ഞ് മൂപ്പരെ ഡേറ്റും നോക്കി. അപ്പം മൂപ്പരൊരു ഡേറ്റ് പറഞ്ഞു. ആ ഡേറ്റ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞാൽ ഞാൻ അപ്പോഴേക്കും നാട്ടിലെത്തും, കുഴപ്പമില്ല ആ ഡേറ്റ് ഫിക്സ് ആക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ ഒരു വിഷയമില്ല, ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ സെറ്റാക്കുകയാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ സെറ്റായി. എനിക്കൊരു ഇംഗ്ലീഷ് ടച്ച് വേണ്ടിയതുകൊണ്ട് ഞാൻ ആ ഡ്രസ്സൊക്കെ ഓൾറെഡി നോക്കി ലാസ്റ്റ് എനിക്ക് റെൻ്റൊക്കെ അത്യാവശ്യം കുറഞ്ഞൊരു പേജൊന്നും ഞാൻ ഡ്രസ്സ് സെറ്റാക്കി. കാരണം ഒരൊറ്റ ദിവസത്തേക്കുള്ള ഷൂട്ടാണ്, വെറും 2-3 മണിക്കൂർ. അപ്പം ഈ സെയിം ഔട്ട്ഫിറ്റ് തന്നെ, സെയിം എന്ന് വെച്ചാൽ കാണാൻ എക്സാക്ട് സെയിം ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് തന്നെ 19, 20, 18 അങ്ങനെ പല റെൻറ്റിൻ്റെ റേറ്റിലും ഉണ്ട്. അപ്പോൾ ഇത് 6K കിട്ടിയപ്പോൾ ഞാൻ അതിനൊന്നും നോക്കാനില്ല, ഫിക്സ് ചെയ്ത്. അല്ലെങ്കിൽ ഞാൻ വേറൊരു റേറ്റിൻ്റെ ഫിക്സ് ചെയ്യുന്നു, പക്ഷെ ഇതിങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കി ലാസ്റ്റ് ഇത് റേറ്റ് കുറവാന്ന് പറഞ്ഞതുകൊണ്ട് ഫിക്സ് ചെയ്താട്ടോ. അങ്ങനെ അത് ഫിക്സ് ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാം സെറ്റായി. ക്യാമറാമാനും വീഡിയോഗ്രാഫറെ വിളിച്ചു ചോദിച്ചപ്പം ഓർക്കൊക്കെ ഡേറ്റ് സെറ്റായി. ആ സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ യുദ്ധം തീർന്ന് യുദ്ധം വന്ന് വരാൻ കഴിയൂലേ എന്നുള്ളതായി. അങ്ങനെ റൈസ്കാക്കൻ്റെ വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞു ഈ കല്യാണം മാറ്റി വെക്കേണ്ടി വരുമോ ഇല്ല ഒന്നും അറിയില്ല, ഞങ്ങൾ കല്യാണം വിളിക്കാം, ഞങ്ങളെ വീട്ടിലും ഓൻ്റെ വീട്ടിലും ഒന്നും കല്യാണം വിളിക്കാൻ കഴിയൂല, കാരണം കല്യാണം വിളിക്കണമെങ്കിൽ ഹസ്ബൻഡ് നാട്ടിലെത്തണ്ടേ. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴാണ് ഒരു പ്രാവശ്യം ടിക്കറ്റ് എടുത്ത് ആ ടിക്കറ്റ് ക്യാൻസൽ ആയിപ്പോയി. ഫുൾ പ്രശ്നമായി. എങ്ങനെയെങ്കിലും ഒന്ന് ഈ യുദ്ധം കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്നു. അങ്ങനെ പിന്നെ രണ്ടാമതും ടിക്കറ്റ് എടുത്തപ്പം ആ ടിക്കറ്റ് എന്തായാലും എത്തും, അപ്പോഴേക്കും യുദ്ധം ചെറുങ്ങനൊന്ന് ഇതായി. അപ്പം എന്തായാലും നാട്ടിലെത്തും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അപ്പം ഞാൻ ഹിജാസ് കാക്കനോട് വെറുതെ ഇങ്ങനെ ചോദിച്ച്, റൈസ്കാക്ക് 13-ാം തീയതി വരുന്നുണ്ട്, നിങ്ങൾക്ക് 13-ാം തീയതി കഴിഞ്ഞിട്ട് പിന്നെ ഒരു 15-17 ദിവസമുള്ളത് തോന്നുന്നു കല്യാണത്തിന്, അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടാവും, ഒരു 7 ദിവസം മുമ്പ് എന്തായാലും നടക്കൂല, അതിൻ്റെ മുമ്പായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജസ്കാക്ക പറഞ്ഞ് 14-ാം തീയതി ഉണ്ടെന്ന്. 14-ാം തീയതി ഉണ്ടെന്ന് കേട്ടപ്പോൾ സന്തോഷം ഉണ്ടായി. പക്ഷെ 13-ാം തീയതി ഒരാൾ ഗൾഫിൽ നിന്ന് വന്ന് ഊട്ടിയിലെത്തി ഷൂട്ട് ചെയ്ത് തിരിച്ചു വരിക, അതെനിക്ക് കയ്യോ അറിയില്ല. ഞാൻ എന്തായാലും എൻ്റെ ഓനോട് പറഞ്ഞു 14-ാം തീയതി ഡേറ്റ് ഉണ്ട്, നോൻ പറഞ്ഞാൽ നോക്കാം ചെയ്യാന്നൊക്കെ പറഞ്ഞ്. പക്ഷെ എന്നാലും എനിക്കൊരു ടെൻഷൻ, ഗൾഫിൽ നിന്നൊക്കെ വന്ന് പിന്നെ ആവുമോ, അത്രയും ട്രാവൽ ചെയ്ത് വന്ന്, അതും കൊച്ചിയിലാണ് ഫ്ലൈറ്റ് ഇറങ്ങുക, അത് കഴിഞ്ഞ് ഞാൻ കോഴിക്കോട് വരെ ബസ്സിൽ വന്ന് കോഴിക്കോട് നിന്നാണ് കൂട്ടുന്നത്. അപ്പം
ആവോ ഇല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷന്, മൊത്തത്തിൽ കൺഫ്യൂഷനായി. എനിക്കിത് കഴിയൂല. ഞാൻ ഇത്രയും ആഗ്രഹിച്ചൊരു സാധനം, ഞാൻ ആഗ്രഹിക്കുന്നതിൻ്റെ പീക്കെത്തി. കാരണം ഏറ്റവും ഫസ്റ്റ് നിശ്ചയിച്ച അത് തീരുമാനിച്ച ഞാൻ പ്രീ വെഡിങ് വേണം എന്നാണ്. ഞാൻ അതിൻ്റെ റീലും കാര്യങ്ങളൊക്കെ കണ്ട് അതിൻ്റെ സ്ഥലം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നേരം എന്താണ് മലപ്പുറത്തുനിന്നും ചെയ്യാം, വയനാട്ടിൽ നിന്നും ചെയ്യാം, അങ്ങനെ കുറേ ഓപ്ഷൻ ഞാനും ക്യാമറാമാനും ഡിസ്കസ് ചെയ്ത് ലാസ്റ്റ് ഊട്ടിയിലെത്തും. ഊട്ടിയൊന്നും കഴിയുമോയെന്ന് എനിക്ക് അറിയായിട്ട് ഞാൻ ഓനോ പറഞ്ഞിട്ട് പോലും ഇല്ല. അങ്ങനെ എൻ്റെ ഓൻ ഇങ്ങോട്ട് ചോദിച്ചാൽ നമുക്ക് ഊട്ടിയിലോ അങ്ങനെ ഏതേ സ്ഥലത്ത് പോയി ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പം പിന്നെ നോക്കണ്ടല്ലോ, പിന്നെ കയ്യും തോന്നി. അപ്പം അങ്ങനൊക്കെ ഫിക്സ് ആയതാണിത്. അപ്പം എല്ലാം പോയി, എല്ലാം കഴിഞ്ഞെന്ന് വിചാരിച്ച് എനിക്ക് ഇനി ജോനോടാണ് ഒന്നും നിർബന്ധിക്കാനും പറ്റൂല. അങ്ങനെ ജോൻ എന്തായാലും നാട്ടിലെത്തി. 13-ാം തീയതി 11 മണിയൊക്കെ അയക്കുന്ന വീട്ടിലെത്തും. അങ്ങനെ വീട്ടിലെത്തി. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കാരണം എന്തോന്ന് പറഞ്ഞാൽ അന്ന് രാത്രി പോകണ്ടേ, നമുക്ക് നാളെ ഷൂട്ടുള്ളതല്ലേ. അപ്പം എനിക്ക് ഉറപ്പായി നാളെ ഷൂട്ട് എന്തായാലും ഉണ്ട്, വരും. എന്നാലും പോയി കിടന്നുറങ്ങിപ്പോയാലോ, ഇനി എണീക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ വരാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നൊക്കെ ഉള്ള സാധനം എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോഴും ഞാൻ ഇജാസ്കാക്ക് ഇങ്ങനെ മെസ്സേജ് എത്തിക്കുന്നത് നാളെ. അപ്പം ഇജാസ്കാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ എന്നാലും ഒരു കൺഫേം അല്ലാത്ത പോലെയാണ് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. എനിക്ക് എന്തായാലും വേണമെന്നുണ്ട്. പക്ഷെ എനിക്കൊരു ഗൾഫിൽ നിന്ന് വന്ന ഒരാളെ ബുദ്ധിമുട്ടിക്കണോ വേണ്ടേ എന്നുള്ളൊരു സാധനം ഉണ്ടാവില്ലേ, അതിലിങ്ങനെ നിൽക്കുക. അങ്ങനെ വീട്ടിലൊക്കെ എത്തി ഉറങ്ങാൻ പോവാന്നൊക്കെ പറഞ്ഞു. ഉറങ്ങിയിട്ടൊന്നുമില്ല, ആൾ പാവുണ്ടാവും. തീരെ ഉറങ്ങിയില്ല, 2 ദിവസം ഉറക്കമില്ലാണ്ട്. രാത്രി വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആയപ്പോൾ പിന്നെ മെസ്സേജ് പറഞ്ഞു നമുക്കൊരു 5:30 ആകുമ്പോൾ ഇറങ്ങാം, ഇരുടാവണ്ട അവിടെ എത്തുമ്പോഴേക്കൊന്ന്. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ 5:30 പറഞ്ഞാൽ 6 മണി 6:30 അയക്കുന്നെന്ന് തോന്നുന്നു ഇറങ്ങുമ്പോൾ. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയവരാണ് എന്തായാലും ഇനി ഷൂട്ട് ഉണ്ടാവും എന്ന് ഉറപ്പിച്ച്. അങ്ങനെ പോകുന്ന വഴിക്കാണ് ആൾക്ക് ഡ്രസ്സ് എടുത്തത്. കാരണം ഞങ്ങൾ ആദ്യം വിചാരിച്ചത് എന്തായാലും ഷൂട്ടിൻ്റെ ഒരു 5 ദിവസം മുമ്പ് അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് എന്തായാലും നാട്ടിലെത്തല്ലോ, ഡ്രസ്സ് എടുക്കാൻ ഒരു ദിവസം എന്തായാലും ടൈം കിട്ടുമല്ലോ എന്ന്. അത് വിചാരിച്ചിടത്തൊന്നും പിന്നെ ഡ്രസ്സ് എടുക്കുന്ന പോകുന്ന വഴിക്കൽ ഭാഗ്യത്തിന് താമരശ്ശേരി ഒരു ഷോപ്പ് തുറന്നേനും. ഷോപ്പിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഒരു ഷോപ്പ് തുറന്നേനും. അപ്പം ആ ഷോപ്പിൽ നിന്നും ആൾക്കുള്ള ഡ്രസ്സ് എടുത്ത് റെൻറ്റിനെടുത്ത് നേരെ ഞങ്ങൾ ഊട്ടിക്ക് പോയി. ഊട്ടിയിലല്ല, ഞങ്ങൾ ഗൂഡല്ലൂരായിനെയോ അവിടെയാണെന്ന് തോന്നുന്നു. നമ്മളവിടെ റൂം എടുത്ത്, ഒരു പൊട്ട റൂം. ഞങ്ങൾ എത്തുമ്പോഴേക്കും തന്നെ 12 മണി കഴിഞ്ഞു. പിന്നെ എവിടെയും റൂമില്ല, കിട്ടിയ റൂം എടുത്ത് അങ്ങനെ അവിടെ സ്റ്റേ ആക്കി. പിന്നെ ഞങ്ങൾ പിറ്റേന്ന് രാവിലെ എണീച്ച് ഞങ്ങൾ മഹാരാജാസിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഉപ്പൻ്റെ ഇതില്ല. അപ്പം അവിടെ പോയി ഞങ്ങൾ ഫ്രഷ് ആയതും മേക്കപ്പ് ചെയ്തതും ഒക്കെ അവിടെ പോയി മേക്കപ്പൊക്കെ ചെയ്ത് നേരെ അപ്പോഴേക്കുമാണ് ഹിജാസ്കാക്ക് അതായാലും വലുത്. ഹിജാസ്കാക്ക് എന്താണ് ഇതില്ല പറഞ്ഞ് എന്തേത്തും ഒരേതോ ബ്ലോക്ക് പെട്ടെടുക്കുകയാണ്, ആക്സിഡൻ്റ് ആയി. ഹിജാസ്കാക്ക പറയുന്ന ഫോട്ടോഗ്രാഫറാണ്. അങ്ങനെ ഫുൾ ഇത് ഇനിയും നേരം പോകുമോ വിചാരിച്ച്. അങ്ങനെ ജസ്കാക്കൻ്റെ ലൊക്കേഷനാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ച ലൊക്കേഷൻ വേറെയും. അപ്പോൾ അവിടെ ജസ്കാക്ക നിൽക്കുന്നിടത്താണ്. അപ്പം ഞങ്ങൾ പിന്നെ മഹാരാജാസിനും അവിടേക്ക് പോയി നോക്കുമ്പം അവിടെ പെർ ഹെഡ് 5,000 അങ്ങനെ എന്തോ കൊടുക്കണം ഷൂട്ട് ചെയ്യണമെങ്കിൽ. അതും 1 അവറോ ഹാഫ് അവറോ അങ്ങനെ എന്തോ ഒന്നേ കൊടുക്കുള്ളൂ. അപ്പം ഞങ്ങൾ എന്തായാലും ഉറപ്പിച്ച് അവിടെ വേണ്ട. കാരണം ഞങ്ങൾ ഹിജാസ്കാക്കൻ്റെ വീഡിയോഗ്രാഫർ, പിന്നെ ഒരു അസിസ്റ്റൻറ്റ്, ഞാൻ റൈസ്കാക്ക, 5 ആൾ. 5 ആൾക്ക് 5,000 വെച്ച് കൊടുക്കുക. 5,000 ആണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല പൈസ കിട്ടും. പിന്നെ പോരാത്തതിന് അവിടെ ഹാഫ് ആൻ അവറോ 1 അവർ അങ്ങനെ കിട്ടുള്ളൂ. പിന്നെ എല്ലാ സ്ഥലത്തും ഇതന്നെ കഥ. നമ്മൾ വിചാരിച്ചൊരു ആംബിയൻസ് ഇല്ല, അതില്ല. ഊട്ടിയിൽ വന്നിട്ട് ഷൂട്ട് നടക്കൂല, ആ ഒരു അവസ്ഥയിലായി ഞാൻ. അങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നെ വെറുതെ ഒരു റൂട്ട് കൂടി ക്യാമറാമാൻ ഞങ്ങളെ കൊണ്ടുപോയതാണ്. അപ്പണ്ട് റൈറ്റ് സൈഡിൽ ആ സ്ഥലം. ആ സ്ഥലം കണ്ടപ്പോൾ സന്തോഷമായി. പക്ഷെ അവിടെ എത്തുമ്പോഴേക്ക് ഞങ്ങൾ 5 മണി 5:30 അങ്ങനെ എന്തോ 5:30 അയക്കണേ, 5:30 കഴിഞ്ഞിക്ക് തോന്നുന്നു. ആ ടൈം അയക്കുന്നു. ഞാൻ വിചാരിച്ചു എനിക്കിനി ഒന്നും കിട്ടൂലെന്ന്. പക്ഷെ അവിടെ ഇറങ്ങി അപ്പോഴും ആവശ്യത്തിൽ കൂടുതൽ സമയം ഉണ്ടെങ്കിലും. പക്ഷെ ഒരു ഡ്രോണും കാര്യങ്ങളൊക്കെ എടുത്തിനും തോന്നുന്നു. അതൊന്നും യൂസ് ആക്കാൻ കഴിഞ്ഞില്ല. അല്ലാതെ ആവശ്യത്തിൽ സമയമൊക്കെ കിട്ടിയിരുന്നു. അങ്ങനെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോന്ന് ഒക്കെ റാഹത്തായി.
സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഒരിക്കലും നമ്മൾ ആഗ്രഹിച്ച് കിട്ടൂല എന്ന് വിചാരിച്ചത് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം. അതിൻ്റെ ഔട്ടാണെങ്കിൽ എനിക്ക് അതിലും ഇഷ്ടപ്പെട്ട്. ഔട്ട് എനിക്ക് നല്ല എല്ലാവർക്കും ഔട്ടും ആ ലൊക്കേഷനും പിന്നെ ആ ലൊക്കേഷൻ ചോദിച്ചുള്ള മെസ്സേജ് അയക്കലായിരുന്നു. അതിനാണ് ഞാൻ പിന്നെ കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടും അതിൻ്റെ ഡിമാൻഡ് പോയില്ല. റിപ്ലൈ കൊടുത്തപ്പോൾ പിന്നെ ബഡ്ജറ്റ് പറഞ്ഞിട്ടുള്ളതായി. അപ്പം ഞാൻ ഈ ബഡ്ജറ്റിനെ കുറിച്ച് പറയാം. ബഡ്ജറ്റ് ഏകദേശം ഞാൻ ഓരോന്നിന് പറഞ്ഞുതരാം. ക്യാമറാമാന് വരുന്നത് ഒരു 20K അതിൻ്റെ താഴെയായിട്ടേ വരുള്ളൂ കേട്ടോ. പിന്നെ കോസ്റ്റ്യൂം ഞാൻ ഏറ്റവും റേറ്റ് കുറഞ്ഞത് എവിടെയാണോ അത് നോക്കിയെടുത്തതാണ്. അതൊരു 6K. ക്യാമറാമാന് ഡയമണ്ട്സ് വ്യൂ ആണ്. പിന്നെ എന്താണ് കോസ്റ്റ്യൂം ബ്രൈഡൽ സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു പേജാണ്. അത് അത്ര ഭയങ്കര റീച്ചുള്ള പേജല്ല, പക്ഷേ അവിടെ റേറ്റ് കുറവാട്ടോ. എല്ലാ ഡ്രസ്സും ബാക്കിയുള്ള സെയിം പേജിലുള്ള ഡ്രസ്സ് തന്നെയാണ് അവിടെ ഉള്ളത്, പക്ഷേ അവിടെ കുറച്ച് റേറ്റ് കുറവാണ്. എൻ്റെ കല്യാണത്തിൻ്റെ ഡ്രസ്സും ഞാൻ അവിടെ നിന്ന് തന്നെയാണ് എടുത്തത്. കല്യാണത്തിൻ്റെ വെച്ചാൽ എൻ്റെ വീട്ടിലത്തെ പരിപാടിൻ്റെ കേട്ടോ. പിന്നെന്താ പിന്നെ മേക്കപ്പൊക്കെ ഞാൻ തന്നെ ചെയ്തുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ബഡ്ജറ്റും ആയില്ല. പിന്നെ വരുന്ന ഇപ്പോൾ വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാ? പിന്നെ ഇപ്പോൾ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് എങ്ങനെ പ്ലാൻ ചെയ്ത് അത് ഇത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ പ്ലാൻ ചെയ്യുക വെച്ചാൽ നമ്മളെ ക്യാമറമാൻ ആരാണോ, ഡയമണ്ട്സ് വ്യൂ നല്ല ക്യാമറമാൻ ആണ്. നമുക്ക് വേണ്ടിയ പോലെ നമ്മളോട് ഫ്രണ്ട്ലി ആയിട്ട് നിന്ന് നമുക്കെല്ലാം പറഞ്ഞു തന്ന് അവിടെ അങ്ങനെ ഇരിക്കും. നമ്മളേതോ പൊട്ട സംഭവം പറയുമ്പോൾ പറയാം അതൊന്നും നടക്കൂല, അത് ഈ വിചാരിക്കും പോലല്ല, നടക്കുന്നതാണ് ഇങ്ങോട്ട് പറയും. പിന്നെ ഇങ്ങോട്ടൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താലും അമ്മക്ക് എന്ന് ഇങ്ങോട്ട് പ്ലാൻ പറഞ്ഞുതരും. അങ്ങനെയൊക്കെ ചെയ്തുതരും. നല്ല ക്യാമറാമാനാണ്. അപ്പം പിന്നെന്താ അപ്പം ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. നമ്മളെ ക്യാമറാമാനുമായിട്ട് ഡിസ്കസ് ചെയ്ത് എല്ലാം സെറ്റാക്കി വെക്കുക. എങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യണം, എന്താണ് നമുക്ക് വേണ്ടി ഒരു ഔട്ട് എന്താണ്, അതൊക്കെ ഓരോ പറഞ്ഞാൽ അതിനനുസരിച്ച് സെറ്റാക്കി തരും. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ക്വസ്റ്റ്യൻസിന് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ തന്നു തോന്നി. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അപ്പം വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചോളി. അല്ലെങ്കിൽ ഷാലറൈസ് എന്നാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ID. അതിൽ വന്ന് ഞാൻ DM ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. പിന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഈ പ്രീ വെഡ്ഡിങ് ഷൂട്ട് നമ്മളെ കല്യാണത്തിന് മുമ്പാണല്ലോ. അപ്പോൾ രണ്ടാക്കും ഹസ്ബൻഡിനായാലും നമുക്കായാലും ഒരു കല്യാണ ഫീൽ ഉണ്ടാവും. പക്ഷേങ്കിൽ നമ്മൾ ഒരു പാനിക് ആവാണ്ട് ടൈമിൻ്റെ ഒരു പ്രശ്നമില്ലാണ്ട് നമുക്ക് ആ വെഡ്ഡിങ് ഡ്രസ്സിൽ ഇങ്ങനെ എൻജോയ് ചെയ്ത് വീഡിയോ എടുത്ത് നിൽക്കാൻ പറ്റും. ഞങ്ങൾ കുറച്ച് സ്ഥലവും കാര്യമൊക്കെ തിരഞ്ഞ് കുറച്ച് ഇതായെങ്കിലും കൂടി, പക്ഷെ അതും ജസ്റ്റ് ചെയ്യും കേട്ടോ. നമ്മൾ ചിരിച്ചോണ്ട് തമാശ പറഞ്ഞാൽ ഇവിടെ സൈഡ് കൊടുക്കുക. ഇനി ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ, ഇനി വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതെങ്കിലും ഒരു മെമ്മറി ആയല്ലോ, അതും പറഞ്ഞിട്ടാണ് ഞങ്ങൾ നടന്നിയത്. ജസ്റ്റ് ചെയ്യും രണ്ടാൾ മാത്രമായിട്ട് നമ്മളൊരു കല്യാണ വൈബിൽ നമ്മൾ രണ്ടാൾ മാത്രം രസമുണ്ടായിരുന്നു. പിന്നെ നമ്മളെ വീഡിയോഗ്രാഫറും ഫോട്ടോഗ്രാഫറും ഒക്കെ അടിപൊളിയാണെങ്കിൽ നമുക്ക് ഫുൾ സെറ്റ് ആയിരിക്കും. അപ്പം ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. എല്ലാവരും ഫോളോ ചെയ്യണേ. അപ്പം ഓക്കെ, ബായ്.